വോട്ടർ പട്ടിക അട്ടിമറി ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവാദങ്ങൾക്കിടെ തൃശൂരിലെത്തിയ സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങി. എല്ലാത്തിനും നന്ദി എന്ന് മാത്രമായിരുന്നു മാധ്യമപ്രവർത്തകരോട് പരിഹാസ രൂപേണയുള്ള പ്രതികരണം. തൃശൂരിലെ വ്യാജ വോട്ട് കൊള്ള, സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനുമുള്ള ഇരട്ട വോട്ടുകൾ, സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് സംബന്ധിച്ച ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലെ ക്രമക്കേട് പരാതിയിലെ പോലീസ് അന്വേഷണം, എല്ലാ വിഷയങ്ങളിലും കേന്ദ്രമന്ത്രിക്ക് മൗനം. രാവിലെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയെ വലിയ ആരവത്തോടെയാണ് BJP പ്രവർത്തകർ സ്വീകരിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല. ഇന്നലെയുണ്ടായ BJP-CPM സംഘർഷത്തിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകരെ സുരേഷ് ഗോപി സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. അവിടെയും പ്രധാന കാര്യങ്ങളിൽ കേന്ദ്രമന്ത്രിക്ക് മൗനം. പിന്നെ യാത്ര MP ഓഫീസിലേക്ക്. പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേന്ദ്രമന്ത്രി മടങ്ങി. തൃശൂരിലെ വോട്ടർമാരോടോ പൊതുസമൂഹത്തോടോ ഒരു വാക്ക് ഉരിയാടാതെ. സ്വന്തം മണ്ഡലത്തിൽ എത്തുമ്പോഴെങ്കിലും സുരേഷ് ഗോപി മൗനം ഭഞ്ജിക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും കരുതിയത്. പ്രതികരിക്കാനാവാതെ പേരിനൊരു സന്ദർശനം മാത്രം നടത്തി മടങ്ങുകയായിരുന്നു കേന്ദ്രമന്ത്രി. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.